മൈ ചാനൽ. രാവിലെ തന്നെ ഞങ്ങൾ കമ്പം തേനി വിട്ടാലൊന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ മുണ്ടക്കയം റൂട്ട് വന്ന് വളഞ്ഞങ്ങാനം കയറി വാഗമണ്ണ റോഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇറങ്ങിയപ്പോൾ നല്ല ചൂടായിരുന്നു. വളഞ്ഞങ്ങാനം കഴിഞ്ഞപ്പോഴത്തേന് ചെറിയ തണുപ്പ് വരാൻ തുടങ്ങി. നേരെ കുമളി എത്തിയിട്ട് അവിടെ നിന്ന് കമ്പം തേനി വിടാനാണ് പ്ലാൻ. വലിയ തണുപ്പൊന്നും പ്രതീക്ഷിച്ചല്ല ഞങ്ങൾ പോയത്, അതുകൊണ്ട് ആരും സ്വെറ്ററൊന്നും എടുത്തിട്ടില്ല. കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പായി തുടങ്ങി. സത്യം പറഞ്ഞാൽ എന്നെ തണുത്തിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തണുത്ത് പറിച്ചിരിക്കുമായിരുന്നെങ്കിലും ഈ തണുപ്പൊക്കെ ഒന്ന് അടിച്ച് ട്രാവൽ ചെയ്യുമ്പോഴത്തേന് നമ്മൾ എത്ര ടെൻസ്ഡാണെങ്കിലും കുറച്ച് ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ, അതും കുറച്ച് തണുപ്പിലൂടെയൊക്കെ യാത്ര ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് മനസ്സൊന്ന് റിലാക്സ് ആവും. ശരിയല്ലേ? ഞാൻ വിചാരിച്ചു ഇനി അങ്ങോട്ട് മഞ്ഞോട് മഞ്ഞായിരിക്കുമെന്ന്. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം പെയ്യ ആ മഞ്ഞിലൂടെ വെയിലിങ്ങനെ ഓളിയിട്ട് ഇറങ്ങാൻ തുടങ്ങി. ഇനി അങ്ങോട്ടൊരു ചായയൊക്കെ കുടിച്ചിട്ട് ആ യാത്രയെന്ന് കരുതിയിരിക്കുമ്പോൾ ഒരു കട കണ്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി. ഞങ്ങളെ കാത്ത് അവിടെ ഒരു അതിഥി നിൽപ്പുണ്ടായിരുന്നു. ഭയങ്കര സ്നേഹമുള്ള ഒരാൾ. കണ്ടത് മുതലേ അടുത്തുനിന്ന് മാറുന്നുണ്ടായിരുന്നില്ല. വാലാട്ടി ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കുക. ചില ആളുകൾ പറയാറില്ലേ, മനുഷ്യന്മാരെക്കാളും സ്നേഹം മൃഗങ്ങൾക്കാണെന്ന്. ഈ നിപ്പ് കണ്ട ആർക്കും അങ്ങനെ തോന്നിപ്പോകും. ഒരു പരിചയമില്ലെങ്കിലും അവനിങ്ങനെ ഞങ്ങളെ നോക്കി വാലാട്ടിക്കൊണ്ടേ അവിടെ നിന്നു. ഇങ്ങനെ മഞ്ഞുള്ള സ്ഥലങ്ങളിലൊക്കെ ട്രാവൽ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കാലിനൊന്നും വയ്യ, എനിക്ക് ചായ കാറിലോട്ട് തന്നാൽ മതിയെന്ന് അമ്മ പറഞ്ഞു. ഞാനൊരു കഫ്താൻ്റെ മുകളിൽ ചുരിദാറായിട്ടുന്നത്. ചുരിദാർ എനിക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് അമ്മ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലുകുത്തി നടക്കാൻ വയ്യെങ്കിലും യാത്രയൊക്കെ പോകാൻ അമ്മാക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാനവിടെ നിന്ന് അമ്മയുടെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് ചായ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അണ്ണച്ചി ഷെബീക്കായും നെച്ചു സബിയും കൂടെ കടയിൽ അവിടെ നിന്ന് ചായ കുടിക്കുന്നു. അണ്ണച്ചി ചായ കുടിച്ചില്ല കേട്ടോ. അണ്ണച്ചിക്ക് ബ്ലാക്ക് കോഫിയാണ് ഇഷ്ടം, ചായ കുടിക്കാറില്ല. കോഫി ആണെങ്കിലും ഒരു ഗ്ലാസ് ഒന്നും കുടിക്കില്ല. 1/2 ഗ്ലാസ് മധുരം കൂട്ടി കടുപ്പം കൂട്ടി ഒരു കോഫി. അങ്ങനെ എല്ലാവരും ചായയൊക്കെ കുടിച്ച് പോകാൻ വേണ്ടി നിൽക്കുവാണ്. ഞങ്ങളെ കണ്ടത് മുതൽ ആശാൻ വാലാട്ടിക്കൊണ്ട് നിൽക്കുക. ഷെബീക്ക പോയി അവന് ബിസ്ക്കറ്റൊക്കെ മേടിച്ചോണ്ട് കൊടുത്തു. അവന് നന്നായിട്ട് വിശന്നിട്ടായിരുന്നു തോന്നുന്നു. കൊടുത്ത ബിസ്ക്കറ്റ് മുഴുവൻ അവൻ കഴിച്ചു. നോട്ടോ നിപ്പൊക്കെ കണ്ടില്ലേ, ആള് വെറും പാവമാണെന്ന് തോന്നുന്നു. നെച്ചു സബിയും കൂടെ ചായ കുടിച്ച കടയിൽ നിന്ന് പുളിമുട്ടായി കണ്ടുകൊണ്ട് മേടിച്ചു. എനിക്ക് ഈ പുളിമുട്ടായി ഒക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. പണ്ട് സ്കൂൾ ടൈമിലൊക്കെ ഒരുപാട് നമ്മൾ മേടിച്ച് കഴിച്ചിട്ടില്ലേ. അങ്ങനെ ഞങ്ങൾ കുറേ കഥയൊക്കെ പറഞ്ഞ് മുട്ടായി കഴിച്ച് യാത്ര തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് വെയിൽ വന്നു തുടങ്ങിയെന്നേ ഉള്ളൂ, തണുപ്പൊന്നും മാറിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നെച്ചു സബി ഇങ്ങനെ ഓരോ സംശയങ്ങളൊക്കെ ചോദിക്കും, ഞാനിങ്ങനെ ഓരോ വിഡിത്തരങ്ങളൊക്കെ പറയും. അങ്ങനെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. തണുപ്പടിച്ചിനി ആരെങ്കിലും ഉറങ്ങിപ്പോയാലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ പാട്ടൊക്കെ പാടി അവരെ വെറുപ്പിച്ചുകൊണ്ടിരിക്കും. പറയാതറിഞ്ഞനിൻ മറുവാക്കു കേട്ടോരൻ സ്വരരാഗ സാന്ദ്രമാ മണിവീണയായി നീ വിൺകോണിൽ പൂക്കും പൂന്തിങ്കൾ പോലെ കാണാപ്പോൻ ചുണ്ടിൽ കന്നിത്തേൻ പോലെ എൻ നെഞ്ചിൽ പൊന്മുത്തായി ചാഞ്ഞുറങ്ങ് ചിങ്കാരക്കൊമ്പത്തെ ചിന്തൂര പൊൻപൂവെ നിൻകവിൽ വാടരുതേ. വേറെ ഒന്നും വിചാരിക്കണ്ട, പാട്ട് കേട്ടതിൻ്റെ ചിരിയാണ് എല്ലാവരുടെ മുഖത്ത് കാണുന്നത്. അത്ര നല്ല പാട്ടായിരുന്നു. പക്ഷെ ഞാനിതുകൊണ്ടൊന്നും തോറ്റു കൊടുക്കത്തില്ല. ഞാനിങ്ങനെ വീണ്ടും പാടി വെറുപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഞങ്ങൾ തേയിലത്തോട്ടമൊക്കെ കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് ഈ തേയിലത്തോട്ടമൊക്കെ കാണുമ്പോൾ അവിടെ ഇറങ്ങാൻ ഭയങ്കരമായിട്ട് തോന്നും. എല്ലാ പ്രാവശ്യം പോകുമ്പോഴും ആ സ്ഥലത്തൊന്നും വണ്ടി നിർത്തത്തില്ല. ഇതൊന്നും ഇല്ലാത്ത, കാണാനൊന്നും ഇല്ലാത്ത എന്തെങ്കിലും ഏരിയ കൊണ്ടായിരിക്കും വണ്ടി നിർത്തുന്നത്. അതുകൊണ്ട് ഇന്ന് വരെ തേയിലത്തോട്ടത്തിന് നടുക്കൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടേ ഇല്ല. ഇനി എന്തായാലും നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് തേയിലത്തോട്ടത്തിന് നടുക്കൊന്ന് ഇറങ്ങണം. അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് കുമളി എത്തി. കുമളിയിൽ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. നെച്ചു മാത്രം പൂരിയാണ് കഴിച്ചത്. ഞങ്ങൾ ബാക്കി എല്ലാവരും ഇഡലി കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. പോകുന്ന വഴി കുറേ വാനരന്മാരിങ്ങനെ നിരന്നിരിപ്പുണ്ടായിരുന്നു. അവർ വിചാരിക്കുന്നത് ഏത് ജീവികളായി പോകുന്നതെന്നായിരിക്കും അല്ലേ. അവർ നോക്കുമ്പോൾ നമുക്ക് കാറുണ്ട്, മൊബൈലുണ്ട്, ഡ്രസ്സുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിലൊന്നും ഇല്ലാത്തൊരു സാധനം അവരുടെ കയ്യിലുണ്ട്, മനസ്സമാധാനം. ഞാനെപ്പോഴും ഇവരെ കാണുമ്പോഴൊക്കെ വിചാരിക്കും, നമ്മുടെയൊക്കെ കൂട്ടം അയൽക്കൂട്ടമൊക്കെ ഇവർക്ക് ഉണ്ടാവുമോ? ഇവർക്ക് ടൂർ പോകാറുണ്ടായിരിക്കുമോ? ബന്ധുക്കളുടെ വീട്ടിൽ വിരുന്നിന് പോകാറുണ്ടായിരിക്കുമോ? ഇവർക്കും കല്യാണമൊക്കെ ഉണ്ടാവുമോ? ഇവരും ദൈവങ്ങളൊക്കെ ആരാധിക്കുന്നുണ്ടാവുമോ? ഇതൊക്കെ ചിലപ്പോൾ അവർക്കും ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക. ഈ ഡ്രൈവർമാരെയൊക്കെ സമ്മതിക്കണമല്ലേ, ഇത്രയും വലിയ ലോഡും വെച്ചിട്ട് ഈ ഇറങ്ങി എന്ത് ബുദ്ധിമുട്ടിയായിരിക്കും അവർ ഈ ലോഡും കൊണ്ട് പോകുന്നത്. പറയുമ്പോൾ നമ്മൾ വെറും നിസ്സാരമായിട്ട് പറയുമെങ്കിലും ഈ ഡ്രൈവർ ജോലി നല്ല ബുദ്ധിമുട്ടുള്ളൊരു പണി തന്നെയാണ്.
ഡ്രൈവിംഗ് പഠിക്കുന്നവരെ ഞാനും ഇത് വെറും നിസ്സാരമാക്കി എടുത്തിരുന്നൊരു കാര്യമാണ്. പക്ഷേ എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട്, നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ്. പോകുന്ന വഴിയൊക്കെ നല്ല മനോഹരമായ കാഴ്ചകളായിരുന്നു. പള്ളിയും അമ്പലവും അങ്ങനെ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പയ്യെ കമ്പത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ ഹരിതാപം പച്ചപ്പും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ടായിരിക്കാം എനിക്ക് പോണ വഴിയൊക്കെ മനസ്സ് നിറഞ്ഞ കാഴ്ചകളായിരുന്നു. ശരിക്കും അവിടെ താമസിച്ചാലോ എന്ന് വരെ തോന്നിപ്പോയി. ഞാനത് പറഞ്ഞപ്പോൾ അതിനെന്താ താമസിച്ചോ എന്ന് വീട്ടുകാരുടെ വക കമൻറ്റും. നമുക്ക് കൃഷി ചെയ്യാനൊരു പ്രത്യേക മനസ്സ് വേണം അല്ലേ? എനിക്ക് ഈ കൃഷിയോടും ആടിനെയും പശുവിനെയും കോഴിയൊക്കെ വളർത്തുന്നതിനോടും ഒക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് അവിടുന്ന് തിരിച്ചു വരാനേ തോന്നിയില്ല. ഈ കൃഷിയൊക്കെ ചെയ്ത് അതിൽ നിന്ന് വിളവെടുത്ത് നമ്മൾ കഴിക്കുക എന്ന് പറയുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു തൃപ്തിയാണ്. നമ്മൾ കൃഷി ചെയ്ത് അതിൽ നിന്ന് വിളവെടുത്ത് വിഷമൊന്നും ഇല്ലാത്ത പച്ചക്കറി കഴിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമല്ലേ? അത്തരം ആഹാരം കഴിക്കുന്നതിൽ നിന്ന് ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ഒരു ആരോഗ്യം ലഭിക്കും. അതുപോലെ തന്നെ അവിടുത്തെ അമ്പലങ്ങളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഒരുപാട് പുരോഗമനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ നാട് എനിക്ക് ഒരുപാട് മനസ്സുകൊണ്ട് പ്രിയപ്പെട്ടതായിട്ട് തോന്നി. അതിനേക്കാൾ ഉപരി ടൗണുകളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ ഈ ശുദ്ധമായ വായുവൊക്കെ ശ്വസിച്ചിങ്ങനെ യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക സുഖമാണ്. ഈ പ്രകൃതി ഭംഗിയെപ്പറ്റി വിവരിക്കാനാണെങ്കിൽ എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. അത്ര മനോഹരമായ കാഴ്ചകളാണ് ഞങ്ങൾ ഈ കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന പ്രകൃതി ഭംഗിക്ക് പിന്നിൽ ഒരുപാട് കർഷകരുടെ കഷ്ടപ്പാടുണ്ട്. അങ്ങനെ ഞങ്ങൾ ടോളൊക്കെ അടച്ച് വീണ്ടും യാത്ര തുടർന്നു. ഇനിയും ഒരുപാട് മനോഹരമായ കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. അടുത്ത വീഡിയോയിലൂടെ നമുക്കത് കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായില്ലേ? എല്ലാവരും ഹാപ്പിയായി സേഫായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.